ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ പാക്ക് ചെയ്തുകൊണ്ട് പോയ സാധനങ്ങളും അതിലെനിക്ക് യൂസ്ഫുള്ളായ സാധനങ്ങളും ഞാൻ ഒട്ടും ഉപയോഗിക്കാതിരുന്ന സാധനങ്ങളെ പറ്റിയൊക്കെയാണ് കേട്ടോ. അതിലാദ്യം അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറയാം. ഫസ്റ്റ് ഒരു നൈറ്റി, ഫീഡിങ് ഡ്രസ്സ്, പിന്നെ നഴ്സിംഗ് ബ്രാസ്, പാൻറ്റീസ്, ഡിസ്പോസിബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, പിന്നെ റിട്ടേൺ വരുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സ്, സോക്സ്, ടവൽസ്, ഡ്രസ്സിങ് ഗൗൺ. പിന്നെ വേണ്ടതാണ് മെറ്റർനിറ്റി പാർട്സ്. അതിൽ പാൻറ്റീസ് മോഡലുള്ളത് മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഒട്ടും ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഹെവി ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതിനുശേഷം ബ്ലീഡിങ് കുറഞ്ഞതിന് ശേഷം നോർമൽ പാർട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെയാണ് ബ്രസ്റ്റ് പാഡ്. അത് പക്ഷേ അത്ര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും കുഞ്ഞുണ്ടായി 1-2 ദിവസം കഴിയാണ്ട് അത്രയും മിൽക്കൊന്നും ഉണ്ടാവാറില്ലല്ലോ സാധാരണ. പിന്നെ മസ്റ്റായിട്ട് എടുക്കേണ്ട സാധനമാണ് നിപ്പിൾ റാഷ് ക്രീം. പിന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായ സാധനമാണ് ഈ പെരിനിയൽ ബോട്ടിൽ. ഇവിടുത്തെ ടോയ്ലറ്റിലൊന്നും ഷവർ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന വൂണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വാട്ടർ നിറച്ചിട്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ തന്നെ വരും. അതെപ്പോഴും വൂണ്ട് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ പേസ്റ്റ്, ബ്രഷ്, ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ബോഡി സ്പ്രേ, ഹെയർ ബാൻഡ്സ്, ചീപ്പ്, ലിപ് ബാം, പിന്നെ ഞാനൊരു വിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്നാക്സും കാഷ്നട്ട്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തേ. കാരണം നമ്മളവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് വിശക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. പിന്നെ ചപ്പൽസ്. പിന്നെ ഞാനെടുത്തത് ഇങ്ങനെ വലിച്ച് വാട്ടർ കുടിക്കാൻ പറ്റുന്ന കൂട്ടൊരു ഫ്ലാസ്ക്കാണ്. കാരണം എൻ്റെ ബോഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു ചൂടിനോടും തണുപ്പിനോടും. അപ്പോൾ ചില സമയത്ത് ചൂടായിരിക്കും വേണ്ടത്, ചില സമയത്ത് തണുപ്പായിരിക്കും വേണ്ടത്. പിന്നെ വേദനയ്ക്ക് പുരട്ടാൻ വേണ്ടി ഒരു ഓയിൽമെൻറ്റ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാൻ എടുത്തു കേട്ടോ, ചെറുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ലേബർ റൂമിലെ എ സിക്കോ അവർ തരുന്ന ഫാനിനോ ഒന്നും ആ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി കുഞ്ഞിന് ആദ്യം വേണ്ടത് റിസീവിങ് ഡ്രസ്സാണ്. അതിനുവേണ്ടി ഞാനെടുത്ത ഇതൊക്കെയാണ് കേട്ടോ. ഒരു നൈറ്റ് സ്യൂട്ട്, പിന്നെ ഒരു നോർമൽ സ്യൂട്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ക്യാപ്പ്, പിന്നെ ഡയപ്പർ, പിന്നെ മിറ്റൻസ് കയ്യിലിടാൻ വേണ്ടി ഒരു മസ്ലിൻ ക്ലോത്ത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പഴംതുണിയിലല്ലേ നമ്മൾ കുട്ടികളെ പൊതിഞ്ഞ് മേടിക്കുന്നത്, അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനൊരു ക്ലോത്ത് കേട്ടോ. പിന്നെ ഈ കൂട്ടത്തിലൊരു റിസീവിങ് ബ്ലാങ്കറ്റും കൂടെ വെക്കണം, കുഞ്ഞിനെ കിട്ടുമ്പോൾ തന്നെ പൊതിയാനുള്ളൊരു ബ്ലാങ്കറ്റ്. എനിക്ക് ട്രാവലൊക്കെ കുറച്ച് പാടായിരുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്ത് ആ കവറിൻ്റെ മുകളിൽ പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ട് അകത്ത് എന്താണുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്തു കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവരെല്ലാ കവറും തുറന്ന് നോക്കി അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എല്ലാ കവറിൻ്റെ പുറത്തും ഇങ്ങനെ പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ പലർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അതുകൂടാതെ 2 എക്സ്ട്രാ ബ്ലാങ്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് ഫസ്റ്റ് ഇൻഫൻറ്റ് മിൽക്ക്. ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് അറിയാത്തതുകൊണ്ട് 2 ബ്രാൻഡിനെ വാങ്ങിച്ചു. പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ, പിന്നെ ബേബി വൈപ്സും ഡയപ്പറും. വൈപ്സ് മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വാട്ടർ ബേസ്ഡ് ആയിരിക്കണം. ഇവിടെ 0 തൊട്ടാണ് ഡയപ്പർ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേബി വെയിറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ഡയപ്പർ മേടിക്കാനേ. പിന്നെ ഒരു പാസിഫെയർ, പിന്നെ ബേബി ലോഷൻ. ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോഷനൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ബേബിയെ കവർ ചെയ്യാനുള്ള ക്ലോത്ത്, അതൊരു 3-4 എണ്ണം വെച്ച് ഓരോരോ സൈസിലുള്ളത് എടുത്ത് വെച്ചേ. ഇതിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ പഴയ മുണ്ടോ തുണിയൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മേടിക്കുക ചെയ്യാം. പിന്നെ എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായ സാധനമാണ് ഇങ്ങനത്തെ ചെറിയ ടവല് പോലത്തെ തുണികൾ. ഇത് ബേബി വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തുടയ്ക്കാൻ നല്ല സുഖമാണ്, അത് വെച്ചിട്ട് നല്ല സോഫ്റ്റാണ്. പിന്നെ ക്യാപ്പും കുറച്ച് മിറ്റൻസും എടുത്തു. ഇതിൽ കുറേ ക്യാപ്സ് ഏതൊക്കെയോ സെറ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണേ. പിന്നെ വേണ്ടത് സോക്സാണ് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ഒരു 2-3 സെറ്റ് വെച്ച് എല്ലാ ടൈപ്പിലുള്ളതും എടുത്തു. ഇവിടെ LSIs ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നതാണേ. പക്ഷേ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, ഇൻ കേസ് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഹോസ്പിറ്റൽ സ്റ്റേ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളും കൂടെ നമ്മൾ കരുതണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് ഒരു 6 ദിവസം കഴിഞ്ഞ് എനിക്ക് ഡിസ്ചാർജ് ആയി വരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഡിസ്ചാർജ് ആയി പോരുമ്പോൾ കുഞ്ഞിനിടാനുള്ള ഒരു ഡ്രസ്സ്. പിന്നെ ഇവർ തന്ന ലിസ്റ്റിനകത്ത് കോട്ടൺ പ്ലേറ്റും കോട്ടൺ റോളും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും യൂസ്ഫുൾ ആയില്ല. ആരും ഒന്നും എടുക്കാനും പറഞ്ഞില്ല. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ബേബിയുടെ ഫേസോ അല്ലെങ്കിൽ ഐസൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ആയിരിക്കും തോന്നുന്നു. പക്ഷേ എനിക്കതൊന്നും യൂസ് ആയില്ല. പിന്നെ ഇത് കുഞ്ഞിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇതെനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയില്ല, കാരണം എൻ്റെ ബേബിയുടെ വെയിറ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഒട്ടും കാണാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിറ്റുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അവിടെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. നല്ല വെയിറ്റുള്ളതെന്ന് വെച്ചാൽ ഒരു 3 kg എബോ ഉള്ളൂ ബേബി കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചത് ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്നൊരു ക്ലോത്താണ്.
ഇതും ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കങ്ങനെ യൂസൊന്നും ആയില്ല കേട്ടോ. പിന്നെ ഫീഡിംഗ് പില്ലോയൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഒരു സൂഡോ ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയപ്പർ റാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ബാഗ് അറേഞ്ച് ചെയ്യുമ്പോൾ ബാഗിൻ്റെ ഒരു സൈഡിൽ അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളും ഒരു സൈഡിൽ കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങളും അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സാധനങ്ങൾ തപ്പം മിക്സ് ആയി പോകത്തില്ല. പിന്നെ ഡെലിവറിക്ക് പോകും മുമ്പ് വീട്ടിൽ ഒരുക്കി വെക്കേണ്ട സാധനമാണ് ഓസസ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു മീ കോട്ട്. പിന്നെ വേണ്ടുന്നതാണ് ന്യൂ ബോൺ കാർ സീറ്റ്. അതില്ലാണ്ട് കുഞ്ഞിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ.